സി രാജഗോപാലിന്റെ വാഹന പ്രണയവും സ്വന്തമാക്കിയ വാഹനങ്ങളുടെ വിശേഷങ്ങളും. വാഹനം എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ കൊച്ചി നഗരത്തിൽ നിരവധി വാഹനങ്ങൾ ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ അത് കാണുക, അതിലൂടെ സഞ്ചരിക്കുക, ഇതെല്ലാം ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും ആ രീതിയിൽ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. ആദ്യമായൊരു സ്വന്തം വാഹനം സ്വന്തമാക്കണമെന്ന് ആശിച്ചപ്പോൾ മാതാപിതാക്കൾ വാങ്ങിച്ചു തന്നൊരു സൈക്കിളായിരുന്നു. ആ സൈക്കിളിലൂടെ സ്കൂളിലെല്ലാം പോകുമ്പോഴും ഇടയ്ക്ക് ഏതോ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ സുഹൃത്തിനോടൊപ്പം ഒരു അംബാസഡർ കാറിൽ കയറി പോകാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അത് വളരെ എനിക്കിപ്പോൾ അത്ഭുതം തോന്നുകയാണ്. അന്നത്തെ ഒരു അംബാസഡർ കാറിൽ കയറി യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ, ആ അംബാസഡർ കാറിൽ കയറി ഞാൻ സ്കൂളിൽ ഒരു 5-6 വട്ടം പോയപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. അത് ഞാൻ എൻ്റെ സഹോദരിമാരുടെ മൂത്ത സഹോദരങ്ങളോട് വന്ന് ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് ഇന്നൊരു വലിയൊരു ഭാഗ്യമുണ്ടായി, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവണം. കാരണം നമുക്ക് അച്ഛനോട് പറഞ്ഞ് കുറച്ച് നല്ല ജോലിയാകുമ്പോൾ ഒരു കാറൊക്കെ മേടിച്ച് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ചിന്ത അന്ന് മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇപ്പോൾ കാറെല്ലാം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇന്നും സ്കൂട്ടറിലാണ് ഈ നഗരവീതിയിലൂടെ സഞ്ചരിക്കുന്നത്. കാറ് വാങ്ങണമെന്ന് എല്ലാ ദിവസവും ഇന്ന് ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാറുണ്ട്, കാറ് വാങ്ങിക്കണം, കുട്ടികളായി നമുക്ക് നല്ല വലിയ രീതിയിൽ സ്കൂട്ടറൊന്നും സാധിക്കില്ല, അപ്പോൾ കാറിലൂടെയൊക്കെ പോകണമെന്നൊക്കെ പറയും. ഇതെല്ലാം ഞാൻ ശരിയാക്കാം, കാണാം എന്നൊക്കെ ഞാൻ സാധാരണ രീതിയിൽ പറയാറുണ്ട്. ഒരു കുടുംബനാഥനും പറയുന്ന രീതിയിൽ സാമ്പത്തികം എല്ലാം വെച്ച് നോക്കണ്ടേ, അപ്പോൾ ആ രീതിയിലൊക്കെ പറയാറുണ്ട്. പിന്നീട് തോന്നിയ ഒരു തമാശ, ഒരു രസം എന്ന് വെച്ചാൽ ഒരു ബസ് ഓടിക്കുക എന്നുള്ളതാണ്. ഒരു ട്രാൻസ്പോർട്ട് ബസ്, വലിയ വാഹനമായതുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുക. ചിലപ്പോൾ അതെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചു പോകുന്നൊരു സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ വാഹനത്തോടുള്ള ഭ്രമം ദിനംപ്രതി ഇങ്ങനെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു വാഹനം സ്വന്തമാക്കുക എന്നൊരാഗ്രഹം എല്ലാവരെ പോലും എനിക്കുമുണ്ട്. അതിൽ ഒരു വലിയ വാഹനം തന്നെ അതിമോഹമാണോ എന്ന് പറയാൻ സാധിക്കില്ല. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സഞ്ചരിക്കാൻ, നഗരവീതിയിൽ സഞ്ചരിക്കാനും ഏത് സഞ്ചരിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നോവ കാറാണ്. നമ്മൾ പറയാറുണ്ട് മെഴ്സിഡസ് ബെൻസ് ഉൾപ്പെടെയുള്ള BMW ഉൾപ്പെടെയുള്ള കാറുകളെല്ലാം നഗരവീതിയിലുണ്ട്. പക്ഷേ എൻ്റെ ഇഷ്ടപ്പെട്ട വാഹനം, എനിക്ക് സഞ്ചരിക്കാൻ കംഫർട്ടബിൾ, കുറച്ച് വിശാലമായിട്ടൊക്കെ, കാറ് വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ പോലും ഈ വലിയ കാർ തന്നെ വേണമെന്നുള്ള ഇന്നോവ രീതിയിൽ അത് ഉപയോഗിക്കണം. ഇന്നോവയിൽ സഞ്ചരിക്കാനാണ് എനിക്ക് ഇന്നും പ്രിയം. കാരണം വലിയ ദീർഘദൂര യാത്രകളിലെല്ലാം ആ ഇന്നോവ കാറിലെ ഫെസിലിറ്റി എല്ലാം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കുട്ടിനാളിൽ അതിനുശേഷം ഞാൻ വലിയ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത്, കുട്ടിക്കാലത്തുള്ള സുഹൃത്ത്, അദ്ദേഹം എന്നെ ദുബായിലേക്ക്, അദ്ദേഹം കുറേ വർഷങ്ങളായി അവിടെ താമസിക്കുകയാണ്. ഒരു വെക്കേഷൻ കാലത്ത് എന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അന്ന് എയർപോർട്ടിൽ വന്ന അദ്ദേഹം സ്വീകരിച്ചൊരു വാഹനത്തെക്കുറിച്ച് ഇന്നും ഞാൻ വലിയൊരു ഒരു ത്രില്ലിലാണ്. കാരണം വെച്ചാൽ ഒരു വലിയൊരു കാർ എയർപോർട്ടിൽ വന്ന് ടൊയോട്ട ലെക്സസ് ഓപ്പൺ ടോപ്പ് ആയിട്ടുള്ള ഒരു കാറിലൊക്കെ വന്ന് കാണുമ്പോൾ ഞാൻ അന്ന് സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ഒക്കെ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ആ രീതിയിൽ ആ കാറിലിരുന്ന് ഒരു യാത്ര ചെയ്തപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഹിന്ദി പാട്ടൊക്കെ ഇട്ട് തന്നപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ അന്ന് കടന്നുപോയി. ഏതായാലും ഒരു വാഹനം വാങ്ങിക്കണം, ഏതൊരാളെ പോലെയും ആഗ്രഹം എനിക്ക് എല്ലാ വണ്ടികളോടും, പ്രത്യേകിച്ച് ഇപ്പോൾ മാരുതിയുടെ ആണെങ്കിലും എല്ലാ വണ്ടികളും ഇഷ്ടം. പക്ഷേ കാണുമ്പോൾ വലിയ വാഹനമാണ് ഇന്നും പ്രിയമായിട്ട് ഞാൻ കരുതുന്നത്. അത് സമീപഭാവിയിൽ വാങ്ങിക്കണം എന്നൊരാഗ്രഹം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരു സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി യാത്രകൾ സമൂഹത്തിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ യാത്രകളിൽ വിവിധ സ്ഥലങ്ങളിലൂടെ പല വാഹനത്തിൽ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു യാത്ര, അന്ന് ജയ്പൂരിൽ നിന്നും സിംലയിലേക്ക് ബസ്സിൽ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. ആ ബസ്സിലാണത്. ആ ബസ്സിലൂടെ യാത്ര പഞ്ചാബ് അങ്ങനെയുള്ള പ്രവിശ്യകളിൽ പോകുമ്പോൾ ഗോതമ്പ് പാടങ്ങൾക്കെല്ലാം കടന്നുകൊണ്ട് ഒരു പ്രത്യേക സംസ്ഥാനങ്ങളിലൂടെ കടന്നു നടന്ന് ഹിമാലയത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ഒരു യാത്ര, ബസ്സിലുള്ള യാത്ര വളരെ ഇതാണ്. കൂടാതെ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ യാത്ര ചെയ്യാണ്, പക്ഷേ അങ്ങനെയുള്ള യാത്രകളെല്ലാം കാഴ്ചകൾ കാണുക, അതാണ് വലിയ വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ ബസ്സിൻ്റെ അകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, വോൾവോ ബസ്സിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ വാഹനം, അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വലിയ വാഹനമാണെങ്കിൽ അതിൻ്റെ ജാലകങ്ങളിലൂടെ പുറത്തു പോകുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ കാണാം. അപ്പോൾ ആ രീതിയിൽ, അതുകൂടാതെ ബോട്ട് യാത്രകളുണ്ട്, അപ്പോൾ നിരവധി ബോട്ട് യാത്രകൾ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളെയൊക്കെ ആസ്വദിക്കുവാൻ പറ്റുന്നത് നല്ല രീതിയിൽ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിലൂടെ പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വാഹനം വാങ്ങിക്കണം, ആ വാഹനത്തിലൂടെ വാങ്ങിച്ച് ഇന്ത്യ മുഴുവൻ ഒരു യാത്ര ഒന്ന് നടത്തി ഇന്ത്യയെ കാണുക എന്നൊരു മനസ്സിൽ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട്. അത് എപ്പോൾ സാധിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഈ ഇന്നോവ പോലത്തെ ഒരു വാഹനം കൊണ്ട് ഞാൻ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങിച്ച് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വപ്ന വാഹനത്തെക്കുറിച്ചൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. വാങ്ങിക്കാൻ ഇപ്പോഴത്തെ സ്വപ്ന വാഹനം പറയുകയാണെങ്കിൽ കുറച്ച് അമിതമായി പോകുന്ന എനിക്ക് ഒരു ഇതുണ്ട്. പക്ഷേ
നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ വന്നിറങ്ങുന്നൊരു വലിയ വാഹനം കണ്ടിട്ടില്ലേ നമ്മളെല്ലാം, എനിക്കൊന്ന് മെഴ്സിഡസ് ബെൻസ്, ആ രീതിയിലുള്ളൊരു വാഹനം, കറുത്ത വലിയ പുറത്തെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായി കാണാൻ പറ്റുന്ന ആ കറുത്ത മെഴ്സിഡസ് ബെൻസ് ആ വാഹനം ഒന്ന് സ്വന്തമാക്കണം എന്നൊരാഗ്രഹം അത് മനസ്സിലുണ്ട്.